Hello students, welcome back to Maths By English class. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോ ആയിട്ട് നമ്മൾ യൂണിറ്റ് 1-ലെ സെക്കൻഡ് ചാപ്റ്റർ ദ സ്നേക്ക് ആൻഡ് ദ മിറർ പഠിച്ചു. ആ ചാപ്റ്ററിൻ്റെ കഥ മൊത്തം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോണത് ആ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിലുള്ള ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനൊരു ഹെൽപ്പാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും അതിന് ആൻസറിൽ വരേണ്ട പോയിന്റ്സ്, കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് ചാപ്റ്റർ നന്നായി വായിക്കുക എന്നുള്ളതാണ്, കഥ നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായി മനസ്സിലാവാനും ആക്ടിവിറ്റീസ് വളരെ ഈസിയായി ചെയ്യാനും ഹെൽപ്ഫുൾ ആവും. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്ലൈഡ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സെയിം ടൈം ടെക്സ്റ്റ് റെഫർ ചെയ്യാം. ആക്ടിവിറ്റി 1, pick out sentences from the story The Snake and the Mirror and complete the table below. These sentences tell you about the condition of the narrator. Some hints are given below. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ഒരു തീം എന്ന് പറയുന്നത്, ഒരു ഹോമിയോപ്പതി ഡോക്ടർ ഒരു ദിവസം ഒരു രാത്രി അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവം, ഒരു ഹൊറിബിൾ ഇൻസിഡൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ആ ഒരു സ്റ്റോറി നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പല ഒരു കോൺട്രഡിക്ഷൻസ് ആണ് ആ സ്റ്റോറി മുഴുവനായിട്ടുള്ളത്. അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവം, പക്ഷെ സെയിം ടൈം അദ്ദേഹം എക്സ്പ്രസ് ചെയ്ത ഒരു കാര്യം, ഇങ്ങനെ പലതും ഒരു കുറേ കോൺട്രഡിക്ഷൻസ് നിറഞ്ഞതായിരുന്നു. കോൺട്രഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ആണ്, രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ്, അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസസ് ടെക്സ്റ്റിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട് ടെക്സ്റ്റിൽ 2 ഹിൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹിൻ നമ്പർ 1, he was afraid of the snake but he was proud of his appearance. അപ്പോൾ ആദ്യത്തെ he was afraid of the snake. പാമ്പിൻ്റെ ഒരു പ്രസൻസിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഹി വാസ് എഫ്രെയ്ഡ്. പക്ഷെ അതിൻ്റെ കോൺട്രഡിക്ഷൻ നോക്കൂ, സെയിം ടൈം ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. അപ്പോൾ പാമ്പ് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള ആ ഒരു സന്ദർഭത്തിൽ കണ്ണാടിയിൽ നോക്കി സ്വന്തം അപ്പിയറൻസ് കണ്ട് അത് എൻജോയ് ചെയ്ത് അതിൽ ഭയങ്കര അധികം ഞാൻ കാണാൻ കൊള്ളാം, ഭംഗിയുണ്ട്, ഒരു തിൻ മുസ്താഷ് വെച്ചാൽ, ഒരു ചിരി എപ്പോഴും മുഖത്തുണ്ടെങ്കിൽ ഐ ലുക്ക് മോർ ഹാൻസം, ഇത്രയും ഒക്കെ വിചാരിച്ച് വളരെ കോൺഫിഡൻസ് ആയിരുന്ന ആളാണ് വിത്തിൻ സെക്കൻഡ്സ് ഭയങ്കരമായിട്ട് പേടിച്ചു പോയത്. ഓക്കെ, അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. And one more hint is given. I was turned to a stone. I looked into the mirror and smiled. അദ്ദേഹം പറയുന്നുണ്ട്, പാമ്പ് ദേഹത്ത് വന്നോട് കൂടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ, അനങ്ങാനാവാതെ ഹി വാസ് ടേൺ ടു എ സ്റ്റോൺ, ഒരു കല്ല് പോലെ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് സെയിം ടൈം വാട്ട് ഹാപ്പൻഡ്, ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. പക്ഷെ അതേ സമയം അദ്ദേഹം കണ്ണാടിയിൽ നോക്കി, സ്വന്തം ഇമേജ് നോക്കി അദ്ദേഹത്തിനൊരു ചിരി വരികയാണ്. ഓക്കെ, അദ്ദേഹത്തിന് ഒരു വളരെ ഫീബിൾ ആയ ഒരു ചിരി, ശരിക്കും മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്ത് ചിരിക്കുക എന്നല്ല അതിനർത്ഥം. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് സ്വന്തം ഇമേജ് നോക്കി ചിരിക്കാൻ സാധിച്ചു, വിച്ച് ഇസ് contradictory. Okay, ഒരേ same time he is afraid but at the other time he could smile. See, ഇനി ആ ഒരു ടേബിളിൻ്റെ ബാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു 3 സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ബാക്കി 2 ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. നോക്കൂ, he was an image of flesh, a stone image of flesh. ഈ കഥയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അദ്ദേഹം ഒരു സ്റ്റോൺ ഇമേജ് ഓഫ് ഫ്ലഷ് ആണ്, ഫ്ലഷ് കൊണ്ട്, മാംസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കല്ല് പോലത്തെ ഒരു ഇമേജ്, ഒരു പ്രതിമയായിരുന്നു അദ്ദേഹം. ഏത് സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടായത്? പാമ്പ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചുറ്റി വരിഞ്ഞ ആ ഒരു അത്രയും പേടിച്ച ഫിയർ ടു ഡെത്ത് ആയ ആ ഒരു സന്ദർഭം. ദ സെയിം ടൈം ഹിസ് മൈൻഡ് വാസ് ആക്റ്റീവ്. ഓക്കെ, again contradiction. അദ്ദേഹത്തിൻ്റെ ശരീരമായിരുന്നു which was like a stone image of flesh, but the same time his mind was active. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്?
മൈൻഡ് ആക്റ്റീവ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരികയാണ്. ഞാൻ എന്ത് ചെയ്യും, പാമ്പ് എന്നെ കടിച്ചു കഴിഞ്ഞാൽ എന്ത് മെഡിസിൻ എടുക്കണം, പക്ഷേ അങ്ങനൊരു മെഡിസിൻ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലല്ലോ, ഞാൻ ഇറങ്ങി ഓടിയാലോ, ഇനിയിപ്പോൾ ഓടിയാൽ ഞാൻ ഇണങ്ങിക്കഴിഞ്ഞാൽ പാമ്പ് എന്നെ കടിക്കുമോ, ബിക്കോസ് പാമ്പിൻ്റെ പറയുന്നുണ്ട് പാമ്പ് ഒരു 4-5 ഇഞ്ചസ് അകലെ മാത്രം അതിൻ്റെ പത്തിങ്ങനെ വിടർത്തി നിൽക്കുകയാണ്. സോ ഓൾ ദീസ് തോട്ട്സ് വെയർ ഫ്ലാഷിങ് ഇൻ ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഈ ചിന്തകളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിച്ച് മീൻസ് ഹിസ് മൈൻഡ് വാസ് ആക്റ്റീവ്. പക്ഷെ ബോഡി എങ്ങനെയായിരുന്നു, ശരീരം എങ്ങനെയായിരുന്നു? ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഓഫ് ഫ്ലഷ്. ശരീരം അനങ്ങാതെ ഒരു പാറ പോലെ, ഒരു ശില പോലെ ഇരിക്കുമ്പോൾ ഹിസ് മൈൻഡ് വാസ് ആക്റ്റീവ്. കോൺട്രഡിക്ഷൻ. സെക്കൻഡ് വൺ, he was feared to death. He was afraid of the snake to death. അദ്ദേഹത്തിന് മരണഭയമാണ് അദ്ദേഹം മുന്നിൽ കണ്ടത്. പാമ്പിനെ കണ്ടപ്പോൾ, പാമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറിയപ്പോൾ he was so afraid of the snake, but at the same time he smiled feebly. അദ്ദേഹത്തിന് ആ കണ്ണാടിയിൽ നോക്കിയിട്ട് വളരെ ഫീബിളായ ഒരു ചിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അഗെയിൻ കോൺട്രഡിക്ഷൻ. ആൻഡ് തേർഡ് വൺ, the very interesting one, he was a doctor. അദ്ദേഹം കഥയുടെ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. ആഫ്റ്റർ ഓൾ ഐ എം എ ഡോക്ടർ, ഐ എം എ ബാച്ചിലർ, സോ ഐ മസ്റ്റ് ഡു ദിസ്, ഐ മസ്റ്റ് ഗെറ്റ് ദിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. കാരണം ഐ എം എ ഡോക്ടർ ആൻഡ് ആഫ്റ്റർ ഓൾ ഐ എം എ ബാച്ചിലർ എന്ന് വളരെയധികം ഒരു കോൺഫിഡൻസോട് കൂടി പറഞ്ഞ സംഭവമാണ് ദറ്റ് ഐ എം എ ഡോക്ടർ എന്ന്. പക്ഷേ he didn't know which medicine to take if the snake bites. പക്ഷേ ഒരു പാമ്പിൻ്റെ ഒരു ബൈറ്റ് ഉണ്ടായാൽ, ഇഫ് ദ സ്നേക്ക് ബൈറ്റ്സ് ഹിം, പാമ്പിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, പാമ്പ് ഹാം ചെയ്ത് കഴിഞ്ഞാൽ, വിച്ച് മെഡിസിൻ ടു ടേക്ക്? അഥവാ അറിഞ്ഞാലും there is no stock of medicine in his house. ഒരു ഡോക്ടറായിട്ട് കൂടി ഒരു പാമ്പ് കടിച്ചാൽ എന്ത് മെഡിസിൻ എടുക്കണമെന്നോ, അഥവാ അറിഞ്ഞാൽ കൂടി അങ്ങനെ ഒരു മെഡിസിൻ്റെ സ്റ്റോക്കോ വീട്ടിലില്ലായിരുന്നു. സോ വിച്ച് മീൻസ്, അപ്പോൾ അദ്ദേഹം ലാസ്റ്റ് പറയുന്നുണ്ട് ഐ വാസ് എ സ്റ്റുപ്പിഡ്, ഐ വാസ് എ ഫൂളിഷ് ഡോക്ടർ എന്ന്. കോൺട്രഡിക്ഷൻ ആണ്. നോർമലി നമ്മളിപ്പോൾ നമുക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്തേക്ക് ആദ്യം പോവുക? നമുക്ക് പാമ്പ് കടി ഏറ്റാൽ നമ്മൾ ആദ്യം രക്ഷ നോക്കിയിട്ട് വിൽ ഗോ ടു എ ഡോക്ടർ, നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് പോവുക. പക്ഷെ ഇവിടെ ഈ അപകടം വരുന്നത് ഡോക്ടർക്ക് തന്നെയാണ്. പക്ഷെ ഡോക്ടർ ഡസ് നോട്ട് നോ വാട്ട് ടു ഡു. ഏത് മെഡിസിൻ എടുക്കണം എന്നറിയില്ല, അറിഞ്ഞാൽ തന്നെ അങ്ങനെ മെഡിസിൻ വീട്ടിൽ സ്റ്റോക്കും ഇല്ല. വിച്ച് മീൻസ് അദ്ദേഹം ഡോക്ടർ ആണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ബട്ട് ഹീ ഈസ് എ ഡോക്ടർ. കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഹിൻസ് തന്നതല്ലാതെയുള്ള കോൺട്രഡിക്ഷൻസ്. ഈ രണ്ടെണ്ണം ഞാൻ ഒഴിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാനാണ്. അപ്പം ഇനി സ്റ്റോറി നന്നായി വായിക്കുക. ഇതുപോലെ മീനിങ് വൈസ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള 2 പോയിന്റ്സ് വെച്ച് ഫില്ല് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ആക്ടിവിറ്റി 1. ഓക്കെ, നൗ ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കോൺട്രാസ്റ്റുകളുടെ കാര്യം പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്, വിച്ച് ഇസ് ക്വൈറ്റ് ഈസി ഓൾസോ. Activity. The story is about the frightening incident narrated in a humorous way. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ പ്രത്യേകത നമുക്കറിയാം. പാമ്പ് ഒരാളെ കടിക്കാൻ വരുന്ന, അയാളൊരു ഏത് നിമിഷം വേണമെങ്കിലും പാമ്പ് തന്നെ ഉപദ്രവിച്ച് മരണം വന്നേക്കാം എന്നുള്ള ഒരു ഭയത്തിലിരിക്കുന്ന ഒരു കഥ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു തമാശ കഥയൊന്നുമല്ല. ശരിക്കും ഒരു വളരെ പേടിപ്പിക്കുന്ന, അങ്ങനത്തെ ഒരു വളരെ ദുഃഖകരമായ ഒരു സ്റ്റോറി തന്നെയാണ് അല്ലേ. പക്ഷേ ബഷീർ അദ്ദേഹം അത് കഥ അവതരിപ്പിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് കുറച്ചൊരു ഹ്യൂമറസ് വേയിലാണ്. അങ്ങനെ കുറേ വേർഡ്സും കുറേ ഫ്രേസസും ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് തമാശയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ റീഡേഴ്സിന് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് വാട്ട് മേക്സ് ഇറ്റ് ഹ്യൂമറസ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളെ പാമ്പ് കടിക്കാൻ വന്ന് അയാൾക്ക് ആ ഒരു അപകടം വരാൻ പോകുന്ന അത്രയും സീരിയസ് ആയൊരു തീം എങ്ങനെ തമാശയായിട്ട് അവതരിപ്പിക്കും? എങ്ങനെ ആയിരിക്കാം? And the writer has made use of certain striking contrasts in the story to bring out humor. അപ്പോൾ ഇതാണ് അതിൻ്റെ രഹസ്യം. അദ്ദേഹം ഇത്രയും സീരിയസ് ആയ, ഇത്രയും ഇത്രയും ഹൊറിബിൾ ഒരു ഫീൽ ഉണ്ടാക്കുന്ന, അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യമായ ഒരു തീം തമാശ ആക്കിയത് എങ്ങനെയാണ്? ബൈ യൂസിങ് സം കോൺട്രാസ്റ്റ്. ചില വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം പർപ്പസ്ഫുള്ളി ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു തീമിന് ഒരു തമാശ, ഒരു ഹ്യൂമറസ് വേയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
So some expressions in the story are given here. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കോൺട്രാസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഒരു സൈഡിലെ പോയിന്റ് നമുക്ക് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് സ്വയം കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, see first one. The kind of person the doctor was. അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു ആളായിരുന്നു? ആ ഡോക്ടർ ഏത് തരത്തിലുള്ള ആളായിരുന്നു? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഥ അങ്ങനെ ഒന്ന് മനസ്സിൽ തുടക്കം മുതലൊന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. ഏത് തരത്തിലുള്ള ആളായിരുന്നു? നോക്കൂ. ഒരു പോയിന്റ്, അദ്ദേഹം സിംഗിൾ ആയിരുന്നു അല്ലേ? അദ്ദേഹം ഒരു ഡോക്ടറാണ്, ബാച്ചിലർ ആണ്, സിംഗിൾ ആയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ മീഗർ ഇൻകം ആയിരുന്നു. അദ്ദേഹത്തിന് കഥയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? 60 rupees. അദ്ദേഹത്തിന് ഒരു സ്യൂട്ട് കേസ് ഉണ്ട്, അതിനകത്ത് ആകെ ഉള്ളത് 60 rupees, സം ഷർട്ട്സ്, ധോത്തീസ്, പിന്നെ ആകെ ഉള്ള ഒരു ബ്ലാക്ക് കോട്ട്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിന് എങ്ങനത്തെ ആളായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിനുശേഷം ഈ പാമ്പിനെ പറ്റിയുള്ള പേടിയും അങ്ങനെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ദാറ്റ്സ് നോർമൽ. പക്ഷെ കഥയുടെ തുടക്കത്തിൽ നമുക്ക് ഈ ഡോക്ടറെ പറ്റി കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഹി വാസ് സിംഗിൾ, ഹി വാസ് ഹാവിങ് സം മീഗർ ഇൻകം. വളരെ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു തുടക്കക്കാരൻ ഡോക്ടർ. പക്ഷേ the kind of person he wanted to be. അദ്ദേഹത്തിന് പക്ഷെ എങ്ങനത്തെ ആളാവണം എന്നായിരുന്നു ആഗ്രഹം? കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹം സ്വയം കാൽക്കുലേറ്റ് ചെയ്തത്? എന്തൊക്കെയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്? ഓഫ് കോഴ്സ് he wanted to look attractive. ഓക്കെ, അദ്ദേഹത്തിന് ഈ ഒരു വളരെ തുച്ഛമായ വരുമാനത്തിലുള്ള ഒരു തുടക്കക്കാരനായ ഒരു ഡോക്ടർ എന്നതിലുപരി he wanted to be successful. He wanted to look attractive. Okay, അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആവണമായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചും കൂടെ അട്രാക്റ്റീവ് ലുക്കിംഗ് ആവണം. അതുകൊണ്ടാണ് ക്ലീൻ ഷേവ് വേണം, മൊസ്താഷ് വേണം, അതുപോലെ ഒരു നല്ലൊരു ഡോക്ടർ, മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണം. സോ ഹി വാണ്ടഡ് ടു ബി സക്സസ്ഫുൾ. ഓക്കെ, ആൻഡ് ഈ ഒരു അപ്പിയറൻസിൽ വരുന്ന മാറ്റം എന്തിനൊക്കെയായിരുന്നു? ഹി വാണ്ടഡ് ടു ലുക്ക് അട്രാക്റ്റീവ്. അപ്പൊ ഇത് രണ്ടുമാണ്. ഏത് തരത്തിലുള്ള ഡോക്ടർ ആയിരുന്നു? വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഹി വാസ്? He was a beginner, he had meager income, he was single. പക്ഷെ എന്താവണം എന്നായിരുന്നു ആഗ്രഹം? He wanted to be successful, he wanted to look attractive, he wanted to get married, he wanted to get settled. Okay, ഇനി the person he wanted to marry. അപ്പോൾ കല്യാണത്തിന്റെ ഒരു ചിന്ത വന്നപ്പോഴാണ് അടുത്ത പോയിന്റ്. ഏത് തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്? ദ പേഴ്സൺ ഹി വാണ്ടഡ് ടു മാരി. അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ എങ്ങനെയുള്ള ഒരു വൈഫായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്? ഓഫ് കോഴ്സ്, വെരി ഇൻട്രസ്റ്റിംഗ്ലി ആൻഡ് ഹി സേസ് ഫോർ എ വാലിഡ് റീസൺ. അദ്ദേഹം മനസ്സിൽ കണ്ടത് ഹി വാണ്ടഡ് ടു മാരി എ ഫാറ്റ് വുമൺ, കുറച്ച് തടിച്ച ഒരു സ്ത്രീയെ. ഓക്കെ, ആൻഡ് ഷീ ഹാസ് ടു ബി എ ഡോക്ടർ. പെൺകുട്ടിയും ഒരു ഡോക്ടർ തന്നെ ആവണം. എങ്ങനത്തെ ഡോക്ടർ ആവണം? നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള, അദ്ദേഹത്തിന്റെ പോലെ ഒരു ബിഗിനർ ഒന്നുമല്ല, അത്യാവശ്യം നല്ല പൈസയുള്ള, നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു പെൺകുട്ടി ആവണം. ആൻഡ് ഷീ ഹാസ് ടു ബി ഫാറ്റ്. ഓക്കെ, അദ്ദേഹത്തിന് അതിന് ഒരു റീസൺ പറയുന്നുണ്ട്, ഒരു വാലിഡ് റീസൺ പറയുന്നുണ്ട്. എന്തായിരുന്നു ആ റീസൺ? ഇഫ് ഹി മേക്സ് എ മിസ്റ്റേക്സ് ആൻഡ് ഇഫ് ഹി ഹാസ് ടു റൺ അവേ, the girl should not be able to run behind him and catch him. അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഭാര്യയുമായിട്ട് വഴക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനിൽ ഒരിക്കലും ഈ ഒരു പെൺകുട്ടിക്ക് അദ്ദേഹത്തിന് പിന്നാലെ ഓടി വന്ന് ചേസ് ചെയ്ത് പിടിക്കാനുള്ള ഒരു എളുപ്പം ഉണ്ടാവരുത്. അപ്പോൾ അതിന് കുറച്ച് തടിച്ച ഒരു പെൺകുട്ടിക്കാണ് അങ്ങനെ പറ്റാതിരിക്കുക. സ്ലിമ്മായി നല്ല ഓടാൻ കഴിവുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ഇദ്ദേഹം ഓടുമ്പോഴേക്കും പിന്നാലെ വന്ന് പിടിക്കും. സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ഓക്കെ, ദാറ്റ് വാസ് ദ വാലിഡ് റീസൺ ഹി സെറ്റ്. അതുകൊണ്ട് തന്നെ ഹി വാണ്ടഡ് ടു മാരി എ ഫാറ്റ് വുമൺ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം.
ഓക്കെ, ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. നെക്സ്റ്റ് തിങ്, ദ പേഴ്സൺ ഹി ആക്ച്വലി മാരീഡ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സങ്കല്പം എന്തായിരുന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടു. ഫാറ്റ് വുമൺ, ഡോക്ടർ, ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, ഇത്രയായിരുന്നു. പക്ഷേ അദ്ദേഹം കല്യാണം കഴിച്ച റിയൽ പെൺകുട്ടി എങ്ങനെയായിരുന്നു അത് നമുക്ക് മനസ്സിലാവുന്നത് ലാസ്റ്റ് ഈ കഥ കേട്ടിരുന്നവർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഡോക്ടറിന്റെ വൈഫ് എങ്ങനെയായിരുന്നു, ഫാറ്റ് ആയിരുന്നോ, എങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഡോക്ടർ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്തായിരുന്നു? ഷീ വാസ് റീഡി. അദ്ദേഹം പറയാണ്, ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടി ഷീ വാസ് റീഡി. റീഡി മീനിങ് എന്താ? തിൻ ആൻഡ് ടോൾ. അവള് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് കുറച്ച് തടിച്ച് ഇദ്ദേഹത്തിനെ ഓടിച്ച് പിടിക്കാൻ പറ്റാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചത് റീഡിയായ, വളരെ തിന്നായ, വളരെ സ്ലിമ്മായ, ഹൈറ്റൊക്കെ ഉള്ള ഒരു പെൺകുട്ടി. ആൻഡ് മോർ ദാൻ ദാറ്റ്, അദ്ദേഹം കല്യാണം കഴിച്ച പെൺകുട്ടി, ആ കുട്ടിക്ക് ഷീ ഹാഡ് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. സ്പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഓടാൻ കഴിവുള്ള ഒരാള്. ഓക്കെ, അപ്പോൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കിട്ടിയത്. ഫാറ്റ് വുമണിനെ ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയത് റീഡിയായ ഒരു പെൺകുട്ടിയെ, സ്ലിം ആയ ഒരു പെൺകുട്ടിയെ. ഇനി ഫാറ്റ് വുമണിനെ കിട്ടാൻ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ ഇറങ്ങി ഓടുമ്പോൾ എൻ്റെ പിന്നാലെ ഓടി വന്ന് ചേസ് ചെയ്ത് പിടിക്കാൻ അവൾക്ക് പറ്റരുത് എന്ന്. പക്ഷെ ശരിക്കും കിട്ടിയതോ സ്പ്രിന്റർ ആയിട്ട് നല്ല ഓട്ടക്കാരിയായ ഒരു പെണ്ണിനെ. ആൻഡ് വിച്ച് ഇസ് കോൺട്രാസ്റ്റ് ആൻഡ് ദാറ്റ് മേക്സ് ദ സ്റ്റോറി ഹ്യൂമറസ്. അപ്പം നമ്മൾ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്കൊരു തമാശ ഫീൽ ചെയ്യും, നമുക്കതൊരു ഹ്യൂമറസ് വേ ആവും. അങ്ങനെയാണ് ഇത്രയും സീരിയസ് ആയ ഒരു തീമിനെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആ മഹാനായ എഴുത്തുകാരൻ ഇങ്ങനെ ഒരു ഹ്യൂമറസ് വേയിൽ അവതരിപ്പിച്ചത്. അടുത്ത പോയിന്റ് നോക്കൂ. ഹിസ് തോട്ട്സ് വെൻ ഹി ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. അദ്ദേഹത്തിന് കണ്ണാടിയിൽ നോക്കിയപ്പം ഉണ്ടായ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ തോട്ട്സ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു വന്നത്? എന്തൊക്കെയായിരുന്നു? വായിക്കാനായിട്ട് പുസ്തകമൊക്കെ എടുത്ത് വായിക്കാനിരുന്ന ആളാണ്, പക്ഷെ കണ്ണാടി കണ്ടപ്പോൾ ലൈക്ക് എവ്രി വൺ അദ്ദേഹവും കണ്ണാടിയിലേക്ക് നോക്കി സ്വന്തം അപ്പിയറൻസ് ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു ചിന്തയാണ്, ക്ലീൻ ഷേവ്. ഞാൻ എൻ്റെ താടിയൊക്കെ ബിയേർഡ് ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് നിർത്തണം. ഫസ്റ്റ് തിങ്. ഓക്കെ, ഇനി സെക്കൻഡ് തിങ്, തിൻ മൊസ്താഷ്. അദ്ദേഹത്തിന് വളരെ തിന്നായ ഒരു ഈ പണ്ടത്തെ സ്റ്റൈലിൽ പറയും പഴുതാര മീശ എന്നൊക്കെ പറയും, തിൻ മൊസ്താഷ്. ആ ഒരു ചെറിയ തിന്നായിട്ടുള്ള മീശ എപ്പോഴും മുഖത്തുണ്ടാവണം എന്ന് വിചാരിച്ചു. ഓക്കെ, രണ്ടാമത്തെ ഡിസിഷൻ. സ്റ്റോറിയിൽ പറയുന്നത് അത് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ എന്നാണ്. അത്രയും ദൃഢമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. അപ്പോൾ ക്ലീൻ ഷേവ്, ദെൻ തിൻ മൊസ്താഷ്. പിന്നെ രണ്ട് കാര്യങ്ങൾ കൂടെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. എന്തായിരുന്നു? ഗെറ്റ് മാരീഡ്. അവിടെയാണ് ഈ ചിന്തകളൊക്കെ വന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് വരുന്നത് ശരിക്കും ഇവിടെയാണ്. കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കല്യാണം കഴിക്കണം, ഒരു നല്ല പെൺകുട്ടിയെ, തടിയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വേഗം സെറ്റിൽഡ് ആവണം എന്നുള്ളൊരു ചിന്ത വന്നത്. ആൻഡ് വൺ മോർ ഇൻട്രസ്റ്റിംഗ് വൺ, സ്മൈൽ. അദ്ദേഹം കണ്ണാടിയിൽ നോക്കി ഒന്ന് ചിരിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊള്ളാം, ഞാൻ ചിരിച്ചാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഐ ഷുഡ് വെയർ ദിസ് സ്മൈൽ ഓൾവേസ്, ഐ ഷുഡ് കീപ്പ് എ സ്മൈൽ ഓൺ മൈ ഫേസ് ഓൾവേസ്. എപ്പോഴും എൻ്റെ മുഖത്ത് ഒരു ചിരി, ഒരു നിറഞ്ഞ പുഞ്ചിരി ഉണ്ടാവണം എന്ന് ഒരു തോന്നൽ വന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയപ്പോൾ വന്നത്. ക്ലീൻ ഷേവ്, തിൻ മസ്താഷ്, ദെൻ ഗെറ്റിംഗ് മാരീഡ് ആൻഡ് കീപ്പിംഗ് എ സ്മൈൽ ഓൾവേസ് ഓൺ ദ ഫേസ്. ഓക്കെ, ഇനി his thoughts when the snake coiled around his arm. സ്വന്തം കണ്ണാടിയിൽ സ്വന്തമായിട്ട് നോക്കിയപ്പോൾ ഇതൊക്കെ വന്നു മനസ്സിൽ. പക്ഷെ പാമ്പ് ചുറ്റിക്കേറിയപ്പോൾ എന്തൊക്കെ തോട്ട്സാ വന്നത് മനസ്സിൽ? അപ്പോൾ ഈ കോൺഫിഡൻസും ഭംഗിയും കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയും അല്ലെങ്കിൽ ഭംഗിയിലുള്ള മീശയും ക്ലീൻ ഷേവും ഒക്കെ മനസ്സിന്ന് പോയി. പകരം എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെയാ മനസ്സിൽ വന്നത്? ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് മനസ്സിൽ വന്നത് ഗോഡിന്റെ ചിന്തയാണ്, അല്ലേ? അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു,
എൻ്റെ മനസ്സിൽ എന്തോ ഒരു വേണ്ടാത്ത ചിന്ത വന്നു ആൻഡ് ഗോഡ് ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ദൈവത്തിന് അത് ഇഷ്ടമായില്ല തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് എന്നുള്ള ചിന്ത വന്നു. സോ ഹി തോട്ട് ഓഫ് ഗോഡ് ഫോർ എ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് തിങ്, നെക്സ്റ്റ് മനസ്സിലേക്ക് വന്നത് പേടി മാത്രമാണ്. ഓക്കെ, പാമ്പ് കടിച്ചാൽ, ഞാൻ അനങ്ങിയാൽ പാമ്പ് എന്തായാലും എന്നെ കടിക്കും, കടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത്രയും ഫുൾ ബ്ലഡഡ് കോബ്രയാണ്, മരണം ഉറപ്പാണ്, അപ്പോൾ ഞാൻ മരിച്ചു പോവോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള പേടി, ഇറങ്ങി ഓടാനോ ആരെങ്കിലും സഹായത്തിന് വിളിക്കാനോ ഒന്നും പറ്റില്ലല്ലോ എന്നുള്ള അവസ്ഥ, ഈ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് വന്നു. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, അദ്ദേഹം അപ്പോൾ വന്ന ഒരു റിയലൈസേഷൻ, അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു റിയലൈസേഷൻ ആയിരുന്നു, ഞാനൊരു സ്റ്റുപ്പിഡ് ഡോക്ടറാണ്, ഞാനൊരു വളരെ മണ്ടനായ ഒരു വിഡ്ഢിയായ ഡോക്ടറാണ്. ഡോക്ടറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, എന്ത് മരുന്ന് കഴിക്കണമെന്ന് അറിയാത്ത, മരുന്നൊന്നും വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാത്ത ഒരു വിഡ്ഢിയായ ഡോക്ടറാണ് ഞാനെന്നുള്ള റിയലൈസേഷൻ. ഇത്രയും ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ വന്നത്. അപ്പം സ്വന്തമായിട്ട് കണ്ണാടി നോക്കിയപ്പോൾ മീശ, താടി, ചിരി, കല്യാണം കഴിക്കുക, ഈ ചിന്തകളൊക്കെ വന്നു. ബട്ട് വെൻ ദ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിസ് ലെഫ്റ്റ് ആം, ഹി തോട്ട് അബൌട്ട് ഗോഡ് ആൻഡ് ഹി റിയലൈസ്ഡ് വാട്ട് എ ഫൂളിഷ് ഡോക്ടർ ഹി ഈസ്. എന്തൊരു മണ്ടനായ ഡോക്ടറാണ് താനെന്ന് തിരിച്ചറിഞ്ഞു. ആൻഡ് ആഫ്റ്റർ ഓൾ, യു നോ, ദ ഓൺലി ഫീലിംഗ് ഹി ഹാഡ് ദെൻ വാസ് ഫിയർ. ഹി ഫിയർഡ് ദ സ്നേക്ക് ടു ഡെത്ത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3-ൽ, in the story the snake didn't harm the homeopath in turn didn't hurt the snake. Keeping Bashir's vision on nature and its beings comment on the story. അപ്പോൾ നമ്മൾ ഈ ഒരു കഥയിൽ കാണുന്നത്, ശരിക്കും നമുക്ക് നോർമലി നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വീട്ടിലോ റൂമിലോ അല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് നടക്കുമ്പോഴോ ഒക്കെ ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിന്ത പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കൊല്ലുക എന്നുള്ളൊരു തോട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇറ്റ്സ് എ വെനമസ് ക്രീച്ചർ. പാമ്പ് എന്ന് പറയുന്നത് വിഷമുള്ള ഒരു ജീവിയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ നിന്നില്ലെങ്കിൽ നമ്മളത് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പിന്നെ രക്ഷ കിട്ടുക എന്നുള്ളത് ലീസ്റ്റ് പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് പല സിറ്റുവേഷനിലും. അപ്പോൾ നമ്മൾ അതിന് നന്നായി പേടിക്കും. അപ്പോൾ പിന്നെ വരുന്ന തോട്ട് എങ്ങനെയെങ്കിലും അതിനെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു കഥയിൽ വളരെ ഡിഫറെൻ്റ് ആയ ഒരു സംഭവമാണ് ഉണ്ടായത്, അല്ലേ? പാമ്പ് ഹോമിയോപത്തിനെയും ആക്രമിച്ചില്ല, നമ്മൾ ഡോക്ടറെയും ആക്രമിച്ചില്ല, തിരിച്ച് നമ്മൾ ഡോക്ടർ തിരിച്ചും ആക്രമിച്ചില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഡോക്ടർ പേടിച്ചു എന്നുള്ളത് ഒബ്വിയസ്ലി ഇറ്റ്സ് ക്ലിയർ. പക്ഷെ അദ്ദേഹം ആ പാമ്പിനെ ഒരു രീതിയിലും ഉപദ്രവിക്കാൻ നോക്കിയില്ല, തിരിച്ച് പാമ്പും ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ നോക്കിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ എലമെന്റ് വെച്ചിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആ റൈറ്ററിൻ്റെ വിഷൻ ഓഫ് നേച്ചർ എന്തായിരിക്കുമെന്ന് ഈ കഥനെ ബേസ് ചെയ്ത് നിങ്ങളടുത്ത് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് എ പാരഗ്രാഫ്. അതിന് വേണ്ട കുറച്ച് ഹിൻസ് ആണ്, കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സി, ഫസ്റ്റ് വൺ, ഒബ്വിയസ്ലി ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ലവ് ടുവേർഡ്സ് നാച്ചർ ആണ്. നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന പാമ്പായാലും പഴുതാരയായാലും ഏത് തരം ജീവികളായാലും നമ്മൾ ഉടനെ അതെല്ലാം നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ളതാണെന്നുള്ള ചിന്ത വെച്ച് അവറ്റങ്ങളെ അങ്ങോട്ട് ആക്രമിച്ച് കൊല്ലുക എന്നുള്ള തോട്ട് ആദ്യം മാറ്റണം. പകരം നമുക്ക് എന്താണ് വേണ്ടത്? ലവ് ടുവേർഡ്സ് നാച്ചർ ആൻഡ് ഇറ്റ്സ് സ്പീഷീസ്. ഈ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ളതല്ല. പകരം ഇതിന് അവകാശികളായി കുറേ നമ്മുടെ വലിയ വലിയ ആന മുതൽ ഏറ്റവും ചെറിയ ഉറുമ്പ് വരെയും നമ്മളെ പോലെ ഈക്വലി റൈറ്റ് ടു ലിവ് ഓൺ എർത്ത് ഉള്ളവരാണ്. ഓക്കെ, സോ വി ഹാവ് ടു ലവ് ദെം. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കോപ്പറേഷൻ എമംഗ് ലിവിങ് ബീയിങ്സ്. നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ ബാക്കി ജീവജാലങ്ങളോടുകൂടെ ഒരു ഫൈറ്റ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ടോ വി ആർ നോട്ട് ദ ബെസ്റ്റ് എമംഗ് ഓൾ ദ ക്രീച്ചേഴ്സ് ഓൺ എർത്ത്. വി ആർ ജസ്റ്റ് പാർട്ട്നേഴ്സ്. നമുക്ക് ഈ ഭൂമി പങ്കിടാനായിട്ട്, നമുക്ക് ഈ ഭൂമിയും അതിലെ നാച്ചുറൽ റിസോഴ്സസും ഷെയർ ചെയ്യാനായിട്ട് വി ഹാവ് മെനി അതർ സ്പീഷീസ്. അവിടെ അവരുമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? കോപ്പറേഷൻ, സഹകരണം.
Okay, then mutual understanding and harmony. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സി ഇവിടെ തന്നെ നമ്മുടെ ഡോക്ടറും പാമ്പും ഉണ്ടായ പോലെ, പാമ്പ് ഡോക്ടറെയും അറ്റാക്ക് ചെയ്തില്ല, ഡോക്ടർ തിരിച്ച് പാമ്പിനെയും അറ്റാക്ക് ചെയ്തില്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളെപ്പോഴും ഈ പാമ്പുകളെ പറ്റിയുള്ള ഇങ്ങനെ വീഡിയോ TV പ്രോഗ്രാംസ് കാണുമ്പോൾ വി നോ ദാറ്റ് നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ആ പാമ്പുകൾ തിരിച്ചിങ്ങോട്ടും അറ്റാക്ക് ചെയ്യില്ല. ഓക്കെ, ശരിക്കും നമ്മൾ പാമ്പിനെ കണ്ട് എന്തുമാത്രം പേടിക്കുന്നുവോ അത്രയും നമ്മളെ കണ്ട് പാമ്പും പേടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദെൻ ഓൺലി വി വിൽ ഹാവ് ഹാർമണി ഓൺ എർത്ത്. അപ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. No animal will harm us unless we harm them. That is the point. Okay, നമ്മൾ നമ്മുടെ സെൽഫിഷ് മോട്ടീവിന് വേണ്ടി അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ പോവാതിരുന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളെ ഇങ്ങോട്ടും ആക്രമിക്കില്ല. ദാറ്റ് ഈസ് ഹൗ we have a harmonious life on earth. അങ്ങനെയാണ് നമുക്ക് ഭൂമിയിൽ വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ വൺസ് അഗെയിൻ the points: love towards nature and species, cooperation among the living beings, and mutual understanding and harmony, and last one, no animal will harm us until we harm them. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോറീനെ കമൻറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഹിൻസ് ആയിട്ടാണ്, കീ പോയിന്റ്സ് ആയിട്ടാണ്. യു ക്യാൻ കമ്പൈൻ ദം ആൻഡ് മേക്ക് എ പാരഗ്രാഫ് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, 4th ആക്ടിവിറ്റിയാണ്. അത് ശരിക്കും നിങ്ങളൊരു എക്സ്റ്റേണൽ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങളുടെ ഒരു ലെഷർ ടൈമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്. കളക്ട് സിമിലർ സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം ഷോയിങ് ദ ഹാർമണി ഓഫ് നേച്ചർ. നമ്മളെ പ്രകൃതിയുടെ ഈ ഒരു ഹാർമണി, ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന തീം, ആ സെയിം തീം വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. സോ വെനെവർ യു ആർ ഫ്രീ, കളക്ട് വൺ ഓഫ് സച്ച് ബുക്സ്, റീഡ് ഇറ്റ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തന്നെ ഭൂമിയുടെ അവകാശികൾ. ഓക്കെ, ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഭൂമിയുടെ അവകാശികൾ, ഭൂമിയുടെ അവകാശി എന്നല്ല, ഭൂമിയുടെ അവകാശികളാണ്. everyone has the right to live on the earth. Everyone has equal share of our natural resources. ഭൂമിയിലെ എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന തൊട്ട് ചെറിയ ഉറുമ്പ് വരെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ്. അതിലൊരാൾ മാത്രമാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു തീം വരുന്ന സ്റ്റോറീസ് റെഫർ ചെയ്യുക, ടൈം കിട്ടുമ്പോൾ അങ്ങനത്തെ സ്റ്റോറീസ് വായിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് 4 ആക്ടിവിറ്റീസ് ആണ് ഉണ്ടായിരുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഒപ്പം ഒരു 14-15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, എക്സാമിന് വന്നു കഴിഞ്ഞാൽ ആൻസർ എഴുതുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ആണ് അതിൽ മസ്റ്റായിട്ട് വരേണ്ടത് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1: What are the 2 important decisions that the doctor took when he was looking at the mirror? അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയിരുന്നപ്പോൾ എടുത്ത വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല, നമ്മൾ പലവട്ടമായി അത് പറയുന്നു. എന്തൊക്കെയായിരുന്നു? What are the decisions he took? ഒന്നാമത്തെ ഡിസിഷൻ ക്ലീൻ ഷേവ്. ഓക്കെ, രണ്ടാമത്തെ ഡിസിഷൻ തിൻ മുസ്താഷ്, കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള മീശ. മൂന്നാമത്തെ ഡിസിഷൻ മാരേജ്, ഹി ഡിസൈഡഡ് ടു ഗെറ്റ് മാരീഡ്. ആൻഡ് 4th ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ, സ്മൈൽ. അപ്പോൾ അദ്ദേഹം 4 പ്രധാന ഡിസിഷൻസ് ആണ് കണ്ണാടിയിൽ നോക്കിയിട്ടെടുത്തത്. ആൻഡ് അതിൽ 2 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് എനി 2. ഓക്കെ, ഫസ്റ്റ് 2 ഡിസിഷൻസ് വേർ ടു ക്ലീൻ ഷേവ് ആൻഡ് സെക്കൻഡ് തിങ് തിൻ മസ്താഷ്. അപ്പോൾ ഇത് രണ്ടിലും ഏതെങ്കിലും 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദീസ് 2. Second question again came that noise. Did the doctor pay much attention to it? Why? Okay. സെക്കൻഡ് ടൈമും അദ്ദേഹം ശബ്ദം കേട്ടു. സെക്കൻഡ് ടൈം അല്ല, ഹി ഹേർഡ് ദ സൗണ്ട്, ഹി ഹേർഡ് ദ നോയ്സ് സെവറൽ ടൈംസ്. ഓരോ വട്ടം കേൾക്കുമ്പോഴും ഡിഡ് ഹി പേ മച്ച് അറ്റൻഷൻ ടു ഇറ്റ്? അദ്ദേഹം വല്ലാണ്ട് അത് ശ്രദ്ധിച്ചിരുന്നോ? ആൻഡ് വൈ? ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? ഓഫ് കോഴ്സ് നോ,
He did not pay much attention. അദ്ദേഹം ശ്രദ്ധിച്ചേയില്ല. Why? ശബ്ദം എന്തായിരുന്നു? മുകളിൽ നിന്ന് റൂഫിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എലികളുടെ ശബ്ദം. And why he didn't pay much attention? Because the sound was a very familiar one. അദ്ദേഹത്തിന് വളരെ പരിചയമുള്ള വളരെ ഫെമിലിയർ ആയ ഒരു ശബ്ദമായിരുന്നു. കാരണം കഥയിൽ പറയുന്നുണ്ട് കുറേ നാളുകളായി അദ്ദേഹവും ഈ എലികളും തമ്മിൽ ആ വീട് ഷെയർ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ വെരി ഫെമിലിയർ സൗണ്ട്, സോ ദാറ്റ് ഹി ഡിഡ്ന്റ് പേ മച്ച് അറ്റൻഷൻ ടു ഇറ്റ്. Okay, now third question. What kind of woman does the doctor want to marry? Of course, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാവും. അത്രയും വട്ടം നമ്മളിത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് വുമൺ ഡസ് ഹി വോണ്ട് ടു മാരി? ഹി wanted to marry a fat woman. തടിച്ച സ്ത്രീ. Second thing, she must have a good medical practice. Third thing, she must be from a well settled family. അത്യാവശ്യം കാശുള്ള വീട്ടിലെ കൊച്ച്. Then she must be a doctor and she must have a good medical practice and she must be she must be fat. അപ്പോൾ ഈ 4 ക്വാളിറ്റീസ് ആണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്തത് for the girl whom he should marry. Next question, what happened when the doctor was sitting on the chair? The main part of the story. അദ്ദേഹം കസാരയിൽ ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? A snake fell down. മുകളിൽ നിന്ന് ഒരു പാമ്പ് താഴെ വീണു. And താഴെ വീണ മാത്രമാണോ? What happened next? It crawled onto his arm. Okay, മേളിൽ നിന്ന് ഒരു പാമ്പ് ഒരു ഡൾ തഡ് ശബ്ദത്തോടെ താഴെ വീണു. സെക്കൻഡ് തിങ്, ഉടനെ തന്നെ ആ പാമ്പ് ക്രോൾ ചെയ്ത് കസാര വഴി അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആമിലേക്ക് കയറിപ്പറ്റി. Okay, so this happened when the doctor was sitting on the chair. Okay, now fifth question. See, how did the doctor react when the snake landed on his arm? അദ്ദേഹത്തിന്റെ കയ്യിൽ പാമ്പ് കയറി വന്നപ്പോൾ how did he react? Was he happy? Was he so relaxed? എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് എന്ത് ഫീലിംഗ് ആണ്? How did he react? Of course, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം വന്നത് എന്തായിരുന്നു? Fear, പേടി, നല്ല കിടുകിടാ വിറയ്ക്കുന്ന പേടി. And എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. He did not tremble, he did not cry, he did not run away because he did not have time for that. And if with the slightest move, definitely the snake would bite him. So he did not know what to do. He did not do anything because he literally did not know what to do. എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. പക്ഷെ മനസ്സ് നിറയെ എന്തായിരുന്നു? പേടി മാത്രം. Why did the doctor sit on the chair like a stone image of flesh? എന്തുകൊണ്ടാണ് ഫ്ലഷ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ, ഒരു കൽപ്രതിമ പോലെ അദ്ദേഹം ഇരുന്നത്? I think you can copy the same answer for this also because അദ്ദേഹത്തിന് ഒറ്റ കാരണേ ഉള്ളൂ. കാരണം എന്താ? He was afraid. പേടി എന്ന് പറയുന്ന ആ ഒരൊറ്റ വികാരം മാത്രമാണ് അദ്ദേഹത്തിന് മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്. ആൻഡ് the snake was spreading its hood some 3-4 inches right away from his face. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ഒരു 4-5 inches അകലെ മാത്രമായിട്ട് പത്തി വിടർത്തി നിൽക്കുകയാണ് പാമ്പ്. ആൻഡ് വിത്ത് സ്ലൈറ്റസ്റ്റ് മൂവ്, as I told you already, it would bite him. അദ്ദേഹത്തിനെ കടിക്കും. അതുകൊണ്ട് തന്നെ he was so fear stricken, so he did not know what to do. അപ്പോൾ ഈ രണ്ടിനും കൂടെ ഈ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് എഴുതുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th question. Why did the doctor feel that he was a stupid doctor?
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്റ്റുപ്പിഡ്, ഒരു ഫൂളിഷ് ഡോക്ടറാണെന്ന് തോന്നിയത്? എന്തായിരുന്നു അങ്ങനെ ഒരു തോന്നൽ വരാനുള്ള കാരണം? എന്തായിരുന്നു ഉണ്ടായത്? കാരണം ഇതായിരുന്നു, ഒന്നാമത്തെ കാരണം ദർ വാസ് നോ മെഡിസിൻ അറ്റ് ഹോം. ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിനകത്ത് ദർ ഇസ് നോ സ്റ്റോക്ക് ഓഫ് മെഡിസിൻ. സെക്കൻഡ് റീസൺ, ഇതാണ്, ഹി ഡിഡ് നോട്ട് നോ വിച്ച് മെഡിസിൻ ടു ടേക്ക്. ഏത് മെഡിസിൻ ആണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഹി റിയലൈസ്ഡ് ഓർ ഹി ഫെൽറ്റ് ദാറ്റ് ഹി വാസ് എ സ്റ്റുപ്പിഡ് ഡോക്ടർ. Next, I was suddenly a man of flesh and blood, and what does the doctor mean by this statement? പെട്ടെന്ന് I was a man of flesh and blood. അപ്പോൾ അത്ര നേരം അദ്ദേഹം എന്തായിരുന്നു? ഹി വാസ് എ സ്റ്റോൺ ഇമേജ് ഓഫ് ഫ്ലഷ്. അത്ര നേരം അദ്ദേഹം ഒരു കൽപ്രതിമ പോലായിരുന്നു. സഡൻലി ഐ വാസ് എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പെട്ടെന്ന് ഞാൻ മാംസവും രക്തവും ഒക്കെ ഉള്ള ഒരു മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ആയി, ഒരു ലിവിങ് ബീയിങ് പോലെ ആയി എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലായിരുന്നു? വാട്ട് ഡസ് ഹി മീൻ ബൈ ദിസ്? അത് എപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ആയത്? When the snake looked into the mirror, പാമ്പ് അദ്ദേഹത്തിനെ ഉപദ്രവിക്കണം എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന പോലെയുള്ള ആ ഒരു ഭാവത്തിൽ നിന്ന് ഇറ്റ് ഗോട്ട് ഡിസ്ട്രാക്റ്റഡ് വെൻ ഹി സ്റ്റാർട്ടഡ് സ്റ്റെയറിങ് അറ്റ് ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ ഇൻ ദ മിറർ. സ്വന്തം രൂപം കണ്ണാടിയിൽ കണ്ട് പാമ്പ് അതിൽ പിന്നെ ശ്രദ്ധ ഫോക്കസ് ചെയ്തതോടുകൂടി ഇവിടെ ഇങ്ങനെ ഒരാളിരിക്കുന്ന കാര്യം പാമ്പ് മറന്നുപോയി. ആ സമയത്താണ് അദ്ദേഹത്തിന് ഈ ഒരു ഫീല് വന്നത്, ഓ മൈ ഗോഡ്, ഫൈനലി ഐ ആം സേഫ്. പാമ്പ് പിന്നെ പതുക്കെ കണ്ണാടിയിലേക്ക് കൂടുതൽ ക്ലോസർ വ്യൂ കിട്ടാനായിട്ട് കയ്യിൽ നിന്ന് ഇഴഞ്ഞ് താഴെ ഇറങ്ങി കണ്ണാടിയുടെ നേരെ പോയി നിന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു. അറ്റ് ദിസ് ടൈം he felt like he realized that he was a man of flesh and blood. അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്തായിരുന്നു? ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം he was back into the normal state. Okay, till then he was so ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്. അദ്ദേഹത്തിന് ഒരു എന്താ ചെയ്യേണ്ടത്, എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ പാമ്പ് ഇഴഞ്ഞ് കണ്ണാടിയുടെ അവിടേക്ക് പോയി ദേഹത്തുനിന്ന് പോയതോടുകൂടി അദ്ദേഹം ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു. ബാക്ക് ടു നോർമൽ സ്റ്റേറ്റ്, അതാണ് ഹി വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഓക്കെ, ഓക്കെ, ഇനി ഇത് നമ്മുടെ ലാസ്റ്റ് 2 questions ആണ്. 9th question, why did the doctor run to his friend's home? Did the snake harm him? Why? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി ഓടി നേരെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയത്? പോകുന്ന വഴിയിൽ പാമ്പ് അദ്ദേഹത്തെ ഫോളോ ചെയ്തോ, ഹാം ചെയ്തോ? വൈ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി ഓടി നേരെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഓടിയത്? അങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എന്ന് വെച്ചിട്ട് ഓടിയതൊന്നുമല്ല, ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല. വൺസ് ദ സ്നേക്ക് വാസ് ഔട്ട് ഓഫ് ഹിസ് ആം, he was so relieved. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങ് ഇറങ്ങി ഓടി. ആ ഓട്ടം ചെന്നെത്തിയത് എവിടെയായിരുന്നു? ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. സോ ഹി continued to run till he reached his friend's house. ഫ്രണ്ടിന്റെ വീട് എത്തുന്ന വരെ ഒന്നും നോക്കിയില്ല, അങ്ങ് ഇറങ്ങി ഓടി. ഓക്കെ, അങ്ങനെയാണ് ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയത്. Did the snake harm him? Did the snake harm him? No. Did the snake harm him? No. ഇല്ല, അദ്ദേഹത്തിന് പാമ്പ് ഉപദ്രവിച്ചിട്ടില്ല. Why? Because
കാരണം എന്താ, സ്നേക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്ത്? ദ മിറർ ആൻഡ് ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ ഇൻ ദ മിറർ. അതുകൊണ്ട് തന്നെ ഈ ഇറങ്ങി ഓടിയ ആളെ പിന്നാലെ ഫോളോ ചെയ്യണമെന്നോ അയാളെ ഹാം ചെയ്യണമെന്നോ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും പാമ്പിന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ഹി വാസ് ടേക്കൺ by his own image in the mirror. He was admiring his own beauty, maybe looking at the mirror, and thus he did not harm the doctor. Now last question. The thief had left behind one thing and it was a final insult. What was that? അപ്പം നമ്മൾ കണ്ടു, ഈ നമ്മുടെ ഡോക്ടർ അങ്ങ് ഇറങ്ങി ഓടി പിറ്റത്തെ ദിവസം നേരം വെളുത്ത് ഒരു 8:30 ഒക്കെ ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച, വീട്ടിനകത്ത് ഒന്നും ബാക്കിയില്ലായിരുന്നു. കാരണം വാതിലൊക്കെ തുറന്ന് അങ്ങ് ഓടിയതാണല്ലോ. ഒരു കള്ളൻ വന്ന് ഹി ഹാസ് സ്റ്റോളൻ ലിറ്ററലി എവറിത്തിങ് ഫ്രം ദ ഹൗസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എവറിത്തിങ് വാസ് ടേക്കൺ ബൈ ദ തീഫ് എക്സെപ്റ്റ് വൺ. ഒരൊറ്റ കാര്യം ഒഴികെ ബാക്കി എല്ലാം കള്ളൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. വാട്ട് വാസ് ദാറ്റ് ഫൈനൽ തിങ് ആൻഡ് വൈ ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട്? അപ്പോൾ ഏതായിരുന്നു ആ കള്ളൻ എടുത്തുകൊണ്ട് പോവാതെ വീട്ടിൽ ബാക്കി വെച്ച ഒരൊറ്റ കാര്യം? ദ ഡോക്ടേഴ്സ് വെസ്റ്റ്. അദ്ദേഹം വന്ന് ഡ്രസ്സ് ഊരി മാറ്റുമ്പോൾ പറഞ്ഞിരുന്നു നോട്ട് സോ വൈറ്റ് ആയിട്ടുള്ള ഒരു വെസ്റ്റ്, അത്ര അങ്ങ് വൃത്തിയില്ലാത്ത മുഷിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നർ ബനിയൻ ഉണ്ടായിരുന്നു. ഇതാണ് കള്ളൻ കൊണ്ടുപോവാതെ ബാക്കി വെച്ചത്. അപ്പൊ അദ്ദേഹത്തിന് അതൊരു ഇൻസൾട്ടായി തോന്നിയത് എന്തുകൊണ്ടാ? ഇൻസൾട്ടായി തോന്നിയത് അത്രയും മുഷിഞ്ഞ അത്രയും വൃത്തികേടായ ഒരു വെസ്റ്റ് ആയിരുന്നു അത്, ഒരു ഇന്നർ ബനിയൻ ആയിരുന്നു അത്. അപ്പൊ കള്ളന് പോലും അത് വേണ്ട, കള്ളന് പോലും അതൊന്ന്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഹി കുഡ് ഹാവ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് വാട്ടർ ആൻഡ് സോപ്പ്. ഒരു സോപ്പ് ഒക്കെ ഉപയോഗിച്ച് നന്നായി കഴുകി ഉണക്കിയെടുത്ത അയാൾക്ക് ഉപയോഗിക്കായിരുന്നു, കള്ളൻ ഇടായിരുന്നല്ലോ. പക്ഷെ കള്ളന് പോലും അങ്ങനെ ചെയ്ത് യൂസ് ചെയ്യാൻ ആവശ്യമില്ലാത്ത അത്രയും മുഷിഞ്ഞതായിരുന്നു. അപ്പൊ കള്ളൻ പോലും വേണ്ടാത്ത രീതിയിൽ ഉപേക്ഷിച്ച് പോയ ആ ഒരു സംഭവം അത്രയും മുഷിഞ്ഞതാന്നുള്ള റിയലൈസേഷൻ ഡോക്ടർക്ക് ഒരു ചെറിയ ഇൻസൾട്ട് പോലെ തോന്നി. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസും. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം അതിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ്, എന്തൊക്കെ കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇത് ഇങ്ങനെയല്ല, ഇത് മാത്രം ഇങ്ങനെ എഴുതിയത് കൊണ്ട് ആൻസർ ആവില്ല. യു ഹാവ് ടു മേക്ക് ഇറ്റ് എ സെന്റൻസ്, കമ്പൈൻ ദ സെന്റൻസസ്, മേക്ക് ഇറ്റ് സം 3-4 പോയിന്റ്സ്. അങ്ങനെയാണ് ഷോർട്ട് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രൂപം മാത്രം, അതിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് മാത്രമാണ് ഇത്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളെല്ലാവരും ആൻസേഴ്സ് എഴുതി പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക. താങ്ക് യു.